ഹായ് മക്കളെ, വീഡിയോയിലാണ്. ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് GST എന്ന ടോപ്പിക്കുമായിട്ട് കുറച്ച് വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എല്ലാ പരീക്ഷയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിലും സ്ഥിര സാന്നിധ്യമായ ഒരു ചോദ്യമാണ് GST. നമുക്ക് 3 മാർക്ക് മുതൽ 5 മാർക്ക് വരെ നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും, ഓണപരീക്ഷയാണെങ്കിലും ക്രിസ്മസ് എക്സാം ആണെങ്കിലും ആനുവൽ എക്സാം ആണെങ്കിലും നമുക്ക് 5 മാർക്ക് വരെ നേടിത്തരാൻ സാധ്യതയുള്ള അതിമനോഹരമായ ഒരു ടോപ്പിക്കാണ് GST. നമുക്ക് കൂടുതൽ പഠിച്ചാലോ? വാ നോക്കാം. എന്താണ് GST? First of all, GST എന്തെന്ന് വെച്ചാൽ GST is an indirect tax which has replaced many taxes in India. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടാവും എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്, എങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. അതായത് ടാക്സിനെ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം, ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. എന്താണ് ഈ ഡയറക്റ്റ്? ഡയറക്റ്റ് മീൻസ് നേരിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യും. അതായത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കറിയാം ആ നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ടാക്സ് ആണ് എന്നുള്ള കാര്യം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ? നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ടാക്സ് ആയി തന്നെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡയറക്റ്റ് ടാക്സ്. ഉദാഹരണത്തിന് നമ്മുടെ വീടിൻ്റെ കെട്ടിട നികുതി, അതേപോലെ ലാൻഡ് ടാക്സ്, ഇൻകം ടാക്സ്, ഇതിനൊക്കെ പ്രത്യേകത എന്താ? നമ്മൾ പേ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ടാക്സ് ആയി തന്നെ അടയ്ക്കുകയാണ് എന്നുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കും, റൈറ്റ്? എന്നാൽ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ? ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ നേരിട്ടൊരിക്കലും ടാക്സ് പേ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരു രീതിയിലാണ് ഇവിടെ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങുകയാണ്. ഓക്കെ, സോ ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ പേ ചെയ്യുന്നത്? ബിസ്ക്കറ്റിൻ്റെ 5 രൂപ അല്ലെങ്കിൽ 10 രൂപയാണ് നമ്മൾ പേ ചെയ്യുന്നത് അല്ലേ? എന്നാൽ ഈ 10 രൂപയിൽ എന്ത് കൂടെ ഇൻക്ലൂഡഡ് ആണ്? ടാക്സ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇത്തരത്തിലുള്ള ടാക്സ് ആണെങ്കിൽ അതിന് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ടാക്സ് ആയി തന്നെ പേ ചെയ്യുന്നതാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആയിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? ടാക്സ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ എല്ലാവർക്കും? സോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ നോക്കാം, നമ്മളൊരു കടയിൽ പോകുന്നു, 10 രൂപയുടെ ഒരു ലൈസ് വാങ്ങുന്നു. ഓക്കെ, ആക്ച്വലി നമ്മൾ പേ ചെയ്യുന്ന 10 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ലൈസിൻ്റെ 10 റുപ്പീസാണ്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ബട്ട് ഈ 10 രൂപയിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ടാക്സ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇത്തരത്തിലുള്ള ടാക്സിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അത്തരത്തിലുള്ളൊരു ടാക്സ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ക്ലിയർ? സോ ഇറ്റ്സ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് ആണ് വിച്ച് ഹാസ് റീപ്ലേസ്ഡ് മെനി ടാക്സസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഒരുപാട് ടാക്സ് ഉണ്ടായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, എക്സൈസ്, വാറ്റ്, ലോക്കൽ ടാക്സ്, ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് ടാക്സുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഈ എല്ലാ ഇൻഡയറക്റ്റ് ടാക്സിനും റീപ്ലേസ് ചെയ്തുകൊണ്ട് വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുന്ന മോട്ടോയുമായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞത്? ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ടാക്സ് ആയിട്ട് മാറി. ആ ടാക്സ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് കുട്ടികളെ? GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് GSTൻ്റെ കോമ്പണൻസ്. എന്നാൽ ഈ കോമ്പണൻസ് ഘടകങ്ങൾ എന്ന് പറയും. GST പ്രധാനമായിട്ടും 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്താണ് സെൻട്രൽ GST അഥവാ CGST എന്ന് പറയും. രണ്ടാമത് സ്റ്റേറ്റ് GST അതായത് SGST. ആൻഡ് തേർഡ് വൺ IGST അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, അപ്പം GSTക്ക് 3 കോമ്പണൻസ് ഉണ്ട്. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ, എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. വാട്ട് ആർ ദി കോമ്പണൻസ് ഓഫ് GST? നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ 3 കോമ്പണൻസ് ആണ്. CGST ഉണ്ട്, അതേപോലെ SGST ഉണ്ട്, അതുപോലെ IGST ഉണ്ട്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി GST റേറ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ശതമാനത്തിലാണ് GST പ്രൊവൈഡ് ചെയ്യുന്നത്? GST പ്രധാനമായും 0%, 5%, 12%, 18% ആൻഡ് 28%. ഈ 5 ഘട്ടങ്ങളായിട്ടാണ്, ഈ 5 ശതമാനങ്ങളായിട്ടാണ് നമുക്ക് എന്തുള്ളത്? പൊതുവേ GST നമുക്ക് കണക്കാക്കാൻ പറ്റാം. ഓക്കെ അല്ലേ? സോ ഇനി എന്താണ് CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നമുക്ക് നോക്കാം. അതായത് എന്താണ് ഈ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കേന്ദ്രം. എന്താണ് കേന്ദ്രം? അതായത് നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകുന്നു. അപ്പോൾ ആരാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്? എടാ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ആളാരാടാ? സെൻട്രൽ ഗവൺമെൻറ് അല്ലേ? അല്ലേ? അപ്പം ഈ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അത്തരം ടാക്സിന് നമ്മൾ CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നു. അയ്യവാ, സൂപ്പർ. സെറ്റല്ലേടാ? സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് സ്റ്റേറ്റ് GST? സെൻട്രൽ GST എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ സ്റ്റേറ്റ് GST എന്ത് സിമ്പിൾ ആയിരിക്കും? നമ്മുടെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഭരിക്കുന്നത് ആരാ മക്കളെ? അല്ലേ? തിരുവനന്തപുരത്തല്ലേ? അപ്പം സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് എങ്ങനെ
നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് സംസ്ഥാന ഗവൺമെന്റിലേക്കാണ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് നമ്മൾ പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ടാക്സുകൾ നമ്മൾ എന്ത് വിളിക്കുന്നു മക്കളെ? സ്റ്റേറ്റ് GST അഥവാ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേടാ? അപ്പോൾ ഒരു സംശയം, അപ്പോൾ എന്തായിരിക്കും ഈ ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. അതായത് ചില ട്രാൻസാക്ഷൻസ് നമ്മൾ കേരള, തമിഴ്നാട് പോലെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഒന്ന് എക്സാമ്പിൾ വെച്ച് നോക്കിയേ. നമ്മൾ പച്ചക്കറി, കേരളത്തിലേക്കുള്ള പച്ചക്കറി എവിടെ നിന്നാണ് വരുന്നത്? തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. റൈറ്റ്. സോ എന്ത് ചെയ്തു? ഈ ഒരു ട്രാൻസാക്ഷനിൽ കേരള എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റും അതേപോലെ തമിഴ്നാടു എന്ന് പറഞ്ഞ സ്റ്റേറ്റും എന്ത് ചെയ്തു? ഈ ഒരു ട്രാൻസാക്ഷനിൽ ഇൻക്ലൂഡായി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പേ ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ക്ലിയർ അല്ലേ? എങ്ങനെ? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? ചില ഇടപാടുകൾ, ചില ട്രാൻസാക്ഷനിൽ, ചില കച്ചവടങ്ങളിൽ എന്ത് ചെയ്യും? ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഇടപെടേണ്ടി വരും. ഉദാഹരണത്തിന് കേരള, തമിഴ്നാട്, അതേപോലെ കേരള, ആന്ധ്രാപ്രദേശ്, ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും മക്കളെ? ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഇടപെടേണ്ടി വരും. ഇത്തരം ട്രാൻസാക്ഷനിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഇടപെടുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ പേ ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് IGST അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, അപ്പോൾ ഒരു സംശയം, ഈ IGSTയിൽ പേ ചെയ്യുന്നത് ആരാ എടുക്കുക? ഓക്കെ, IGST പ്രകാരം നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് ആർക്കായിരിക്കും കിട്ടുക? സ്റ്റേറ്റിനാണോ സെൻട്രലാണോ? അതൊരു രസകരമായിട്ടുള്ള കാര്യം. ഒന്ന് വായിച്ചേ. ടാക്സ് കളക്റ്റഡ് ത്രൂ IGST ഈസ് ഷെയർഡ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് സെൻട്രൽ ഗവൺമെന്റും ഷെയർ ചെയ്യും, അതേപോലെ ഏതാണോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ ടാക്സിനെ വീതം വെച്ചെടുക്കുന്നതാണ്. അയ്യോ സൂപ്പർ. റൈറ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? GST എന്താണെന്ന് പഠിച്ചു, GSTയുടെ കോമ്പണൻസ് പഠിച്ചു അല്ലേ, GSTയുടെ റേറ്റ്സ് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് മക്കളെ. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? അഡ്വാൻറ്റേജസ്. ഓക്കെ, നോക്കിക്കോ. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താ മക്കളെ? നൈസായിട്ട് അടിച്ചു കയറി വാട എല്ലാവരും. എന്നാ വായിച്ചോ. GST led to the abolition of different types of taxes on goods and services. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, അതായത് പണ്ട് ഇന്ത്യയിൽ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു അല്ലേ. എങ്ങനെ? ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സ് അബോളിഷ് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST വന്നിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. എങ്ങനെ? ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സിന് പകരം ഒരൊറ്റ എന്തായിട്ട് മാറി? ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് മാറി. സൂപ്പർ. സെക്കൻഡ് വൺ എന്താ? By widening the tax base, GST has handsomely contributed to the revenue of both central and state government. അതായത് GST വന്നതുകൊണ്ട് ടാക്സ് ബേസ് അധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതായത് ഒരുപാട് ആളുകൾ ടാക്സ് പേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ടാക്സ് പേ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും, അതായത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരുപാട് റവന്യൂ കിട്ടാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, വാവ്. സോ സെക്കൻഡ് പോയിന്റ് സൂപ്പർ അല്ലേ. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്താ? GST reduced administrative expenses. എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് മീൻസ് ഭരണ ചിലവാണ്. അതായത് ഭരിക്കാൻ വേണ്ടി വരുന്ന, അതായത് നമുക്ക് എന്തിനും, അതായത് GST ഉദ്യോഗസ്ഥരുണ്ടാവും, അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലേ. ഇത്തരത്തിലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, അതായത് ഭരണ ചിലവ് ആർക്ക് കുറവാണ്? GSTക്ക് കുറവാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ അഡ്വാൻറ്റേജസ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി GST വിൽ എൻഹാൻസ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് GST എന്തിന് കാരണമായിട്ടുണ്ട്? മാനുഫാക്ചറിങ്ങിനും അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ? മാനുഫാക്ചറിങ്ങിനും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനും അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട് GST. ഇത് കാരണം എന്തുണ്ടായി? thereby increasing demand and production of goods and services. അതെന്തിന് കാരണമായി? സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനും ഗുഡ്സും സർവീസും അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും കാരണമായി. ക്ലിയർ അല്ലേ? എങ്ങനെ? GST വന്നതുകൊണ്ട് എന്ത് കാരണമായി? ഒരുപാട് പ്രൊഡക്ഷൻ വർദ്ധിക്കാനും അതേപോലെ സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കാനും കാരണമായി. അപ്പോൾ എന്താണ് ഡിമാൻഡ്? ആവശ്യക്കാരുണ്ടാവുക എന്നുള്ളതിന് വിളിക്കുന്ന പേര് ഡിമാൻഡ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ GSTയുടെ 4 അഡ്വാൻറ്റേജും പഠിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് സ്ഥിര സാന്നിധ്യമായ ചോദ്യമാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് GST? ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി GSTയുടെ ജേർണൽ എൻട്രീസ്. മക്കളെ എക്സാമിന് ചോദിക്കും ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തായാലും ഹാഫ് ഇയർലി എക്സാമിന് GSTയുടെ ജേർണൽ എൻട്രി എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താ GSTയുടെ ജേർണൽ എൻട്രി? ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കണം. ആ ജേർണൽ എൻട്രി എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൈലത്തിൻ്റെ യുവ ബാച്ച് ഇപ്പോൾ തന്നെ മക്കളെ പർച്ചേസ് ചെയ്തേക്ക്. സോ എല്ലാവരും അടിച്ചു കയറി വാ.